എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ ആൾത്താരയിൽ നിർത്തിയ കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജിസ്മി ജോയി. ഞാൻ കുറുവലങ്ങാട് വാക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഈ കൃപാസനത്തിൽ വരുന്നത് ഇതെൻ്റെ മകളാണ്. എൻ്റെ മകൾക്ക് 7 ദിവസത്തോളം കണ്ടിന്യൂസ് പനിയായിരുന്നു. അന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചെങ്കിലും ഡോക്ടേഴ്സിന് എന്ത് പനിയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആ സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരി കൃപാസന മാതാവിനെക്കുറിച്ച് പറയുന്നതും മാതാവിൻ്റെ ഒരു പത്രം കയ്യിൽ ഏൽപ്പിക്കുന്നതും. അന്ന് ഞാൻ സൗദിയിൽ നേഴ്സായി വർക്ക് ചെയ്യുകയാണ്. ഞാൻ അവിടെയായിരുന്നു, എൻ്റെ മകൾ നാട്ടിലായിരുന്നു. അവിടുന്ന് ഞാൻ എമർജൻസി ലീവിൽ വരുന്ന സമയത്ത് മാതാവിനോട് അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാനും മകളെ രക്ഷിക്കാനും വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ എയർപോർട്ടിലിരിക്കുന്ന സമയത്ത് അവർ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കുകയും അതിന് ട്രീറ്റ്മെൻറ്റ് നൽകാൻ സാധിക്കുകയും ചെയ്തു. ആ സമയത്താണ് ഞാൻ ഇവിടെ കൃപാസനത്തിൽ ആദ്യമായിട്ട് വരുന്നത്. അന്ന് ഞങ്ങൾ മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. അന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. പിന്നീട് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയതിന് ശേഷം മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. കാരണം ഞാൻ 11 വർഷത്തോളം സൗദിയിൽ വർക്ക് ചെയ്യുന്നു. ഫാമിലിയായിട്ട് ഒന്നിച്ച് ജീവിക്കണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ഞാൻ OET ട്രൈ ചെയ്തു. 4 പ്രാവശ്യം ഓൾറെഡി ഞാൻ എക്സാം എഴുതി. പക്ഷേ അപ്പോഴൊക്കെ എനിക്ക് റീഡിങ്ങിന് വളരെ കുറച്ച് സ്കോറിൽ ഞാൻ പാസ്സാകുമായിരുന്നില്ല. അങ്ങനെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ എൻ്റെ നിയോഗമായിട്ടിത് വെച്ചു. അങ്ങനെ 2024 ജൂൺ 27 ഞാൻ OET എക്സാം പാസ്സായി. അതിനുശേഷം ഞാനിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിലെൻ്റെ ആദ്യത്തെ നിയോഗമായിരുന്നു അയർലൻഡിലേക്ക് പോവുക എന്നും നല്ലൊരു ഇൻ്റർവ്യൂ കിട്ടുക എന്നും. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഒരു ഇൻ്റർവ്യൂ വരികയോ ഒരു റിക്രൂട്ട്മെൻറ്റ് വരികയോ ഒന്നും ചെയ്തിരുന്നില്ല. എന്നാലും ഞാൻ എൻ്റെ പ്രതീക്ഷ കൈവിട്ടില്ല. മാതാവിനോട് എല്ലാ ദിവസവും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ഈ കഴിഞ്ഞ ജനുവരിയിൽ ഇൻ്റർവ്യൂ വരികയും അന്ന് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ബേസ് ചെയ്തൊരു ഇൻ്റർവ്യൂ വരികയും അതിലെനിക്ക് പാസ്സാകാൻ സാധിക്കുകയും ചെയ്തു. അതിനെ ഏറെ അത്ഭുതപ്പെടുത്തിയത് മാതാവിൻ്റെ സഹായമായിരുന്നു. അതിൻ്റെ ഓരോ പ്രോസസ്സിങ്ങിലും എല്ലാം എനിക്ക് അറേഞ്ച് ചെയ്തതുപോലെ, ഈവൻ എൻ്റെ ഡ്യൂട്ടി ആയിക്കോട്ടെ, അതിനുള്ള എല്ലാ പ്രോസസ്സും എല്ലാം എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അക്കൂട്ടത്തിൽ അറ്റൻഡ് ചെയ്ത എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഇൻ്റർവ്യൂ കിട്ടിയില്ല. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് അതിൻ്റെ വിസയും ടിക്കറ്റും ഒക്കെ ആയിട്ടാണ്. നാളെ ഞാൻ അയർലൻഡിന് പോവുകയാണ്. മാതാവിന് ഒരുപാട് നന്ദി. അതിൻ്റെ വിസ സമയങ്ങളിലും ഞാൻ സൗദിയിൽ നിന്നാണ് PCCക്ക് അപ്ലൈ ചെയ്ത് പോലീസ് ക്ലിയറൻസിന്. വിസയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് അത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അതിന് താമസമുണ്ടായി. ഞാൻ ഓർത്തു ഞാൻ എൻ്റെ എല്ലാ വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻസും അപ്പോയിൻമെൻറ്റും എല്ലാം ക്യാൻസൽ ചെയ്യണം, ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണം, അങ്ങനെയൊക്കെ ഓർത്തിരിക്കുമ്പോൾ അന്ന് വൈകിട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മാതാവിനോട് മുട്ടുകുത്തി നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എങ്ങനെയെങ്കിലും അതൊന്ന് എൻ്റെ കയ്യിലെത്തിച്ച് തരണേ, നാളെ എനിക്ക് ടിക്കറ്റാണ്, പോകാനാണ്, ഇനി എനിക്ക് വീണ്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ മൊബൈൽ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് ഓൾറെഡി മെസ്സേജ് ഉണ്ട്, നിനക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട്, പോയി കളക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാനത് തുറന്നു നോക്കിയപ്പോൾ അതെനിക്കുള്ള PCCയുടെ ക്ലിയറൻസ് ആയിരുന്നു. അങ്ങനെ വിസ പ്രോസസ്സിങ് എല്ലാം ഭംഗിയായി നടന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് പോരാനിരിക്കുമ്പോഴാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ മാനേജേഴ്സ് തമ്മിലുള്ള ഒരു പ്രശ്നത്തിൽ എനിക്ക് ഇൻവോൾവ് ആകേണ്ടി വരികയും അതെന്നെ ഒരുപാട് ഭയപ്പെടുത്തി. കാരണം എനിക്ക് അവിടുന്ന് ക്ലിയറൻസ് കിട്ടി പോരാൻ ഒരുപാട് അത് പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ അതെൻ്റെ ഒരു നിയോഗമായി ഡെയിലി ബ്രെഡിൽ ഇൻക്ലൂഡ് ചെയ്യുകയും മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് മാതാവ് ഒരു അത്ഭുതം പോലെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി തരികയും എൻ്റെ നാട്ടിലേക്കുള്ള എല്ലാ ക്ലിയറൻസ് പേപ്പറുകളും ശരിയാക്കി. ഞാൻ ഉദ്ദേശിച്ച സമയത്തിന് മുമ്പ് തന്നെ എൻ്റെ ഡ്യൂട്ടി ഏപ്രിൽ 15-ാം തീയതിയാണ് തീരുന്നത്. പക്ഷേ 13-ാം തീയതി തന്നെ എല്ലാ പേപ്പർ വർക്കുകളും കംപ്ലീറ്റ് ആക്കി സൗദിയിൽ നിന്ന് പോരാനും എനിക്ക് സാധിച്ചു. എൻ്റെ ഈ പ്രോസസ്സിങ്ങിൽ ഉടനീളം മാതാവിൻ്റെ ഒരു കയ്യൊപ്പുണ്ടെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് തടസ്സങ്ങൾ വന്നെങ്കിലും ഒരു മിനിറ്റ് അല്ലെ 2 മിനിറ്റ് മുമ്പ് എല്ലാം അത്ഭുതകരമായി മാറ്റി അതിനെ ഭംഗിയായി നടത്തി തന്ന മാതാവിന് ഒരുപാട് നന്ദി. ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. കാരണം ഡ്യൂട്ടിയൊക്കെ ആയിട്ട് ഡെയിലി കൊന്ത ചെല്ലുന്ന ആളൊന്നും ആയിരുന്നില്ല ഞാൻ. പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു സമയം മാറ്റിവെക്കാനും മാതാവിന് വേണ്ടി കൊന്ത ചെല്ലാനും എല്ലാവരോടും മാതാവിനെക്കുറിച്ച് പറയുവാനും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് കൂട്ടുകാരോടൊക്കെ പറയാനും ഒക്കെ ഒരു അവസരം ലഭിച്ചു. പിന്നെ നാട്ടിൽ സഹായങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ഓൾഡ് ഏജ് ഹോമിൽ
ഹസ്ബൻഡും കൊച്ചും കൂടെ പോയി അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. പിന്നെ ഞാൻ നേഴ്സിംഗ് ഫീൽഡിലായതുകൊണ്ട് അവിടെ ആർക്കൊക്കെ വേണ്ട സഹായം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പൊതുവേ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ്. ഈവൻ എൻ്റെ ഫീൽഡിലായിക്കോളും ചാർജ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കോവർക്കേഴ്സിനോടൊക്കെ തെറ്റൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു. പക്ഷേ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ അവരോട് സൗമ്യമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ, ഞാൻ നിങ്ങൾക്കായി സ്വർഗ്ഗകവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവേൻ, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. ജിസ്മി ജോയിയാണ് ഇന്ന് ഈ അൾത്താരയിൽ ഈ സമയത്ത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ബുദ്ധിമുട്ടേറിയ പല കാര്യങ്ങളും നടന്നത് പറയുന്നതെങ്കിൽ, ഇതേ അൾത്താരയിൽ ഓരോ ദിവസവും ഇത് ആവർത്തിക്കപ്പെടുകയാണ്. ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ, ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് തിരുവചനം പറയുക, ഞാൻ നിങ്ങൾക്കായി സ്വർഗ്ഗകവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് കർത്താവ് ചോദിക്കുന്നു. അതിന് തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, തൻ്റെ വ്യക്തിപരമായ സ്വഭാവത്തിൽ താൻ കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ എങ്ങനെ ചെയ്യുന്നു. അങ്ങനെ 11 വർഷം സൗദിയിൽ ജോലി ചെയ്ത് 4 അറ്റംപ്റ്റ് OET ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോഴൊന്നും തനിക്ക് ലഭിക്കാത്തത് ഉടമ്പടി, തൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യത്തിലൂടെയാണ് ഉടമ്പടിയിലേക്ക് ഈ മകൾ വരുന്നതെന്ന് നാം കേട്ടു. അങ്ങനെ പിന്നീട് തനിക്ക് OET ക്ലിയറാക്കാനും അയർലൻഡിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയറായി ഫാമിലി ഒത്ത് ജീവിക്കുക, ആ ഒരു ആഗ്രഹം ഇവിടെ സഫലമായതിൻ്റെ സന്തോഷം ഈ മകൾ പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ വന്ന ബുദ്ധിമുട്ടുകൾ, അതുമൂലം PCC ക്ലിയറൻസ് കിട്ടാൻ താമസമുണ്ടാകുന്നത്, അതൊക്കെ പിന്നീട് എത്ര ഷോർട്ട് ടൈമിലാണ് അതൊക്കെ കിട്ടുക. തനിക്ക് ടിക്കറ്റും എല്ലാം എടുത്ത് താൻ എല്ലാ പ്രോസസ്സിങ്ങും എല്ലാം കംപ്ലീറ്റായി നിൽക്കുമ്പോഴാണ് PCCയുടെ ഈ ഒരു ബുദ്ധിമുട്ട് വരിക. അത് തൻ്റെ പ്രൊഫഷനെ വീണ്ടും ബാധിക്കുമോ എന്നൊക്കെയുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഈ മകൾക്ക് പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ അത് മാറിക്കിട്ടുന്ന ഒരു സാക്ഷ്യമാണ് നാം കേട്ടത്. അതുകൊണ്ട് തന്നെയാണ് സമയച്ചുരുക്കവും അതുപോലെ ഭാരലഘിത്വവുമൊക്കെ ഉടമ്പടിയുടെ മാത്രം, വേറെ ഒരു പ്രാർത്ഥനയിലും ഇല്ലാത്ത കൃപകളാണ് ഈ ഉടമ്പടി എന്നുള്ള ആ ഒരു ഉടമ്പടി വാഗ്ദാനത്തിലൂടെ ദൈവം നമുക്ക് പ്രദാനം ചെയ്യുക. കരങ്ങളടിച്ച് നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.